Hello students, welcome to the channel EduScore. So ഇന്ന് നമ്മൾ ക്ലാസ് 6ൻ്റെ 7th chapter which is getting to know plants ആണ് നോക്കാൻ പോകുന്നത്. So this is the part 4 of this chapter. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലീവ്സിനെ പറ്റിയാണ് കണ്ടത്. So now we'll be looking at root. So root എന്താണ്? നമ്മളെ പ്ലാന്റിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഒരു പാർട്ടാണ് ആൻഡ് ഇറ്റ് ലൈസ് അണ്ടർ ദ സോയിൽ. അത് നമുക്ക് മണ്ണിൻ്റെ അടിയിലാണ് കാണാൻ സാധിക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ മണ്ണിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്. സോ ബേസിക് വർക്ക് ഓഫ് റൂട്ട്സ് എന്താണോ അത് മണ്ണിൻ്റെ അകത്തുനിന്ന് വെള്ളവും പ്ലാന്റ്സിന് വേണ്ട ന്യൂട്രിയൻസും അതിനെ കളക്ട് ചെയ്ത് പ്ലാന്റ്സിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ റൂട്ട്സിൻ്റെ മെയിൻ ജോലി. ഓക്കെ, സോ ലെറ്റ് us start this 7.4 root. Look at the figure. Who do you think is watering their plants correctly? Paheli or Bhujo? Why? So, ഇവിടെ ഭൂജോ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഭൂജോ ലീവ്സിനാണ് വെള്ളം ഒഴിക്കുന്നത്. പഹേലി എന്താ ചെയ്യുന്നത് വെച്ചാൽ പഹേലി അതിൻ്റെ സോയിലിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്. ആ പോട്ടിൻ്റെ അകത്തുള്ള സോയിലിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്. സോ ഒബ്വിയസ്ലി വി നോ ദാറ്റ് നമ്മൾ വെള്ളം സോയിലിലേക്കാണ് ഒഴിക്കുക സോ ദാറ്റ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിന് ആ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. എന്നിട്ട് സ്റ്റെമ്മിലേക്കും ബ്രാഞ്ചസിലേക്കും പിന്നെ ലീഫിലേക്കും വെള്ളം എത്തിക്കുന്ന ഡ്യൂട്ടി അതിന് ചെയ്യാൻ പറ്റും. സോ ഇൻ ദ വേ പഹേലി ഈസ് ഡൂയിങ് ദാറ്റ് ഈസ് ദ കറക്റ്റ് വേ. സോ നമ്മളെപ്പോഴും വെള്ളം സോയിലിലേക്കാണ് ഒഴിക്കേണ്ടത്. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് ഇൻ ദ സോയിൽ? സോ ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ഈസ് ഇൻ ദ സോയിൽ ഈസ് റൂട്ട്സ്. Let us learn more about this part from the following activities. So നമ്മൾ ഈ റൂട്ടിനെ പറ്റി ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഈ വരുന്ന ആക്ടിവിറ്റീസിൽ നോക്കുന്നതായിരിക്കും. So let us look into activity 6. You would require 2 pots, some soil, ഖുർപ്പി പറഞ്ഞാൽ നമ്മൾ കുത്തി സോയിലിനെ ഒന്ന് ലൂസാക്കാൻ യൂസ് ചെയ്യില്ലേ ആ സാധനം, for digging, blade or a pair of scissors and water. This activity is to be done in groups of 4 to 5 students. So എന്തൊക്കെയാണ് ആവശ്യം? 2 പോട്ട്സ് വേണം, കുറച്ച് മണ്ണ് വേണം, പിന്നെ കുത്താനുള്ള സാധനം വേണം സോയിലിനെ ഒന്ന് ലൂസാക്കാനായിട്ട്, പിന്നെ ബ്ലേഡ് അല്ലെങ്കിൽ സിസേഴ്സ്, വെള്ളം. ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. Select 2 weeds of the same kind from an open ground and dig them out. So weeds പറഞ്ഞാൽ എന്താണോ ഈ അത്ര യൂസ്ഫുൾ അല്ലാത്ത പ്ലാന്റ്സ് ഉണ്ടാവില്ലേ നമ്മൾ റോഡ് സൈഡിലോ അല്ലെങ്കിൽ വയലിലോ ഓപ്പൺ ഗ്രൗണ്ടിൽ ഇങ്ങനെ സൈഡിലുണ്ടാവുന്ന ആ ചെടികൾ ഉണ്ടാവില്ലേ അതിനെയാണ് വീഡ്സ് എന്ന് പറയുക. സോ ഏതെങ്കിലും ഒരേ ടൈപ്പ് ഓഫ് പ്ലാന്റിനെ സെലക്ട് ചെയ്യുക, അതിൻ്റെ 2 പ്ലാന്റ്സ് എടുക്കുക, ആ സോയിലിൽ നിന്ന് മെല്ലെ കൊത്തി എടുക്കുക. സോ വി നീഡ് ടു ടേക്ക് കെയർ ദാറ്റ് ദ റൂട്ട്സ് ഡു നോട്ട് ബ്രേക്ക്. ആ പ്ലാന്റിനെ നമ്മൾ സോയിലിൽ നിന്ന് എടുക്കുമ്പം അതിൻ്റെ റൂട്ട്സ് പൊട്ടാൻ പാടില്ല. ഫുൾ പ്ലാന്റ് നമുക്ക് അതേപോലെ സോയിലിൽ നിന്ന് ഇങ്ങനെ മെല്ലെ എടുക്കാൻ കഴിയണം. സോ നിങ്ങളിങ്ങനെ കൊത്തുമ്പോൾ ആ മണ്ണില്ലേ പ്ലാന്റിൻ്റെ അടുത്തുള്ള മണ്ണിനെ അതിനെ മെല്ലെ കൊത്തുക, അല്ലെങ്കിൽ റൂട്ടിനെ നമ്മൾ കൊത്തിയിട്ട് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് വി നീഡ് ടു അവോയ്ഡ് ദാറ്റ്. സോ കെയർഫുള്ളായിട്ട് ചെയ്യാം. പ്ലാന്റ് വൺ ഓഫ് ദ വീഡ്സ് ഇൻ ദ സോയിൽ ഇൻ പോട്ട് എ. സോ ഒരു പ്ലാന്റിനെ എടുത്തിട്ട് നമ്മൾ ഈ പോട്ടിൽ സോയിൽ ഇട്ടിട്ട് ഈ ഫുൾ പ്ലാന്റിനെ നമ്മൾ അതിൽ പ്ലാന്റ് ചെയ്യുന്നു, ആ പോട്ടിൽ പ്ലാന്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ പോട്ട് എ എന്ന് പറയുന്നത്. സോ വി ഹാവ് പോട്ട് ബി. അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ സോയിൽ ഇടുക, ബട്ട് നമ്മൾ ഈ വീഡിനെ കളക്ട് ചെയ്തില്ലേ അതിൻ്റെ റൂട്ട്സിനെ കട്ട് ചെയ്ത് കളയുക. വെറും സ്റ്റെമ്മും ലീവ്സും മാത്രം കുത്തിയിടുക ഇൻ soil. Cut off the roots from the other weed and plant it in the soil in pot B. So pot Bയിൽ നമ്മൾ പ്ലാന്റിനെ വിത്തൗട്ട് റൂട്ട്സ് ആണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. Water them regularly. Observe the plants, both the plants after one week. A week. Are both plants healthy? So നമ്മൾ ആക്ടിവിറ്റിയിൽ ഈ 2 പ്ലാന്റ്സിനെ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വിത്ത് റൂട്ട് ഒന്ന് വിത്തൗട്ട് റൂട്ട്. ആൻഡ് 2നെയും നമ്മൾ ഈക്വലായിട്ട് വാട്ടർ ചെയ്യുന്നുണ്ട്. ഒരാഴ്ചത്തേക്ക് നമ്മൾ വാട്ടർ ചെയ്തിട്ട് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുകയാണ്. ഇഫ് ഇറ്റ് എക്സിസ്റ്റ്സ് ഓർ നോ, ആർ ദേ ബോത്ത് ഹെൽത്തി ഓർ നോ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
So weed with roots and weed without roots, A and B. Okay. Both the plants are watered regularly, but one is without roots, isn't it? Does this activity help you understand an important function of root? സോ മെയിൻ ആക്ടിവിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ കഴിയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പം ഈ പോട്ട് എയിലുള്ള പ്ലാന്റ് നോർമലായിട്ട് ഗ്രോ ആവുന്നുണ്ടാവും, ബട്ട് പോട്ട് ബിയിലുള്ള പ്ലാന്റ് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. ഈ പ്ലാന്റ് എന്താ ഉണങ്ങിയത്, മറ്റേ പ്ലാന്റ് എന്താ ഉണങ്ങാത്തത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയും എന്താണെന്ന് വെച്ചാൽ, റൂട്ട്സ് നമ്മളെ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡ്യൂട്ടി ഓഫ് ദ റൂട്ട്, ദാറ്റ് ഈസ് ദ വർക്ക് ഓഫ് ദ റൂട്ട്. അപ്പോൾ ഇത് റൂട്ടേ ഇല്ല, ഈ പ്ലാന്റിൽ റൂട്ടേ ഇല്ല വെച്ചാൽ പ്ലാന്റിൽ വെള്ളം കയറാൻ പറ്റില്ല, ബിക്കോസ് റൂട്ട്സേ ഇല്ല. സോ ദാറ്റ്സ് വൈ വാട്ടർ, നമുക്ക് മനുഷ്യന്മാർക്ക് എങ്ങനെയാണോ വാട്ടർ ഇമ്പോർട്ടൻറ്റ്, അതേപോലെ തന്നെ പ്ലാന്റ്സിനും വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഈ പ്ലാന്റ് ബി വിച്ച് വാസ് ഇൻ ദ പോട്ട് ബി, അതിന് വെള്ളം കിട്ടാതെ അത് ഉണങ്ങിപ്പോകുന്നതാണ്. ലെറ്റ് us do an activity to study another function of root. സോ ഇത് ഒരു മെയിൻ ഫങ്ഷൻ ഓഫ് റൂട്ടാണ്. നമ്മൾ വേറൊരു ഫങ്ഷൻ ഉണ്ട് റൂട്ടിന്, ദാറ്റ് വി വിൽ സീ ഇൻ ആക്ടിവിറ്റി 7. We would require seeds of gram, maize, cotton wool, katori and some water. So gram പറഞ്ഞാൽ ഓരോരോ പൾസസ്, ഓക്കെ, നമ്മളെ ചെറുപയർ അങ്ങനത്തെ സംഭവങ്ങൾ, മെയ്സ്, പിന്നെ കോട്ടൺ, ഈ രണ്ട് സീഡ്സ്. ഗ്രാം പറഞ്ഞാൽ ചെറുപയർ, അങ്ങനത്തെ ദാൽ, അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ മെയ്സ്, ഇത് രണ്ടിൻ്റെയും സീഡ്സ് വേണം. പിന്നെ കോട്ടൺ വൂൾ വേണം, പറഞ്ഞാൽ കോട്ടൻ്റെ ഒരു ബോൾ, ഓക്കെ, നമ്മൾ വിളക്കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കോട്ടൺ ഉണ്ടാവില്ലേ, അത് ഒരു ബണ്ടിലായിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിലൊക്കെ വെക്കില്ലേ. സോ ആ രീതിയിലുള്ള കോട്ടൺ വൂൾ വേണം. കട്ടോരി പറഞ്ഞ ഒരു ബൗള്, പിന്നെ കുറച്ച് വെള്ളം, ഇത്ര വേണം. നൗ ടേക്ക് 2 കട്ടോരീസ് പറഞ്ഞാൽ ടേക്ക് 2 ബൗൾസ് ആൻഡ് പ്ലേസ് സം വെറ്റ് കോട്ടൺ വൂൾ ഇൻ ദം. ആ കോട്ടൺ എടുത്തിട്ട് നനച്ചിട്ട് അതിന് ഈ ബൗളിൻ്റെ അകത്ത് വെക്കുക. Put 3 or 4 seeds of gram in one and maize in the other. Keep the cotton wet by sprinkling water every day until the sprouts have grown into young plants. So നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, 2 ബൗൾ എടുത്തിട്ട് അതിൽ നമ്മൾ നനഞ്ഞ കോട്ടനെ പ്ലേസ് ചെയ്യുന്നു. അതിൽ ഒരു ബൗളിൽ നമ്മൾ ഈ ചെറുപയറിൻ്റെ സീഡ്സ് ഇടുന്നു, ഒരു 4-5 എണ്ണം. പിന്നെ വേറൊരു ബൗളിൽ നമ്മൾ മെയ്സിൻ്റെ സീഡ്സ് ഇടുന്നു, 4-5 എണ്ണം. എന്നിട്ട് ഡെയിലി നമ്മൾ ആ കോട്ടനെ ചെറുങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് അതിനെ നനച്ചിരിക്കുന്നു, ഓക്കെ, അൺടിൽ ദ സ്പ്രൗട്ട്സ് ഹാവ് ഗ്രോൺ ഇൻ ടു യങ് പ്ലാന്റ്സ്. അപ്പം ഇതിനെ നമ്മൾ നനച്ച് ആ സീഡ് എന്താവും, ആ സീഡ് സ്പ്രൗട്ട് ആവും, പറഞ്ഞാൽ മുളയ്ക്കും. അതിന് ഒരു വെള്ള കളർ, ഒരു വാല് പോലത്തെ സാധനം അതിൻ്റെ അകത്തുനിന്ന് പൊട്ടി വരും, ഓക്കെ. സോ ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ സീഡ്, ദാറ്റ് ഈസ് നോൺ ആസ് സ്പ്രൗട്ട്സ്. ആൻഡ് അത് കുറച്ചുകൂടി സ്പ്രൗട്ടിനെ കുറച്ചുകൂടി 2-3 ദിവസം കൂടി വെച്ചാൽ അതിൽ ഇങ്ങനെ പ്ലാന്റ് ആവും, അത് കുഞ്ഞി പ്ലാന്റ് ആവും, വളരെ ചെറിയ, ആ സീഡിൽ നിന്ന് ഒരു പ്ലാന്റ് ഗ്രോ ആവുന്ന പോലെ രീതിയിലാവും. അത് ഓൾമോസ്റ്റ് 1 വീക്ക് എടുക്കും ഈ ടോട്ടൽ പ്രോസസ്സിന്. അപ്പം ആഫ്റ്റർ എ വീക്ക് ട്രൈ ടു സെപ്പറേറ്റ് ദ യങ് പ്ലാന്റ്സ് ഫ്രം ദ കോട്ടൺ വൂൾ. അപ്പോൾ ഇത് ഒരാഴ്ച നമ്മൾ ഈ സീഡിന് കോട്ടണിൽ തന്നെയാണ് നമ്മളതിനെ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിൽ തന്നെയാണ് നമ്മൾ വെള്ളം ഇടുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ സ്പ്രൗട്ടൊക്കെ ഒന്ന് വലുതായി മുളച്ച് വന്നതിന് ശേഷം നമ്മൾ ആ സീഡിനെ മെല്ലെ എടുത്ത് മാറ്റാൻ ട്രൈ ചെയ്യുക. ആ കോട്ടൺ വൂളിൽ നിന്നും മെല്ലെ എടുത്ത് മാറ്റാൻ ട്രൈ ചെയ്യുക. അപ്പം എന്താ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മൾ മാറ്റാൻ ട്രൈ ചെയ്യുമ്പോൾ അത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന പോലെ നമുക്ക് തോന്നും, ഓക്കെ. കുറച്ചൊരു ശക്തി ഉപയോഗിച്ചാലേ അതിനെ നമുക്ക് വേർപിരിക്കാൻ പറ്റുള്ളൂ. അതിന് രണ്ടിനെ, കോട്ടൺ വൂളിനെയും ആ സ്പ്രൗട്ടിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു പണിയായിട്ട് തോന്നും. സോ അതെന്താ കാരണം, ചെറുപയർ മുളച്ച് വരുമ്പം അതിൻ്റെ പുറത്ത് വരുന്ന ആ മുളയില്ലേ, ദാറ്റ് ഈസ് ആക്ച്വലി ദി റൂട്ട് ഓഫ് ദി പ്ലാന്റ്. അതിനെ നമ്മൾ ഇനിയും ഗ്രോ ചെയ്യാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ആ പ്ലാന്റിൻ്റെ റൂട്ടായിട്ടായിരിക്കും അത് മാറുക, ഓക്കെ. Was it easy to separate the cotton wool from the roots? Why? It was not easy because ഈ റൂട്ട്സ്, ഈ സ്പ്രൗട്ട്സിൻ്റെ റൂട്ട്സ്
അതിനിങ്ങനെ ഒട്ടിക്കിടക്കുകയായിരുന്നു. ഒട്ടിക്കിടക്കുക പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. In activity 6, we could not easily pull out the plant from the soil, right? We dug them out. So നമ്മൾ ഈ വീടിന് റോഡ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്കതിനെ കൊത്തിയെടുക്കേണ്ടി വന്നു. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ വലിച്ചപ്പോൾ അത് നമുക്ക് കയ്യിൽ കിട്ടിയില്ല. സോ അത് നമുക്ക് കൊത്തിയെടുക്കേണ്ടി വന്നു. ദ റീസൺ ഈസ് ഈ റൂട്ട്സ് പ്ലാന്റിന് സോയിലിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ പ്ലാന്റ് കിടന്നു പോവില്ലേ? എന്താ മണ്ണിൽ കിടക്കാത്ത നേരെ നിൽക്കുന്നില്ലേ? അത് ആ റൂട്ട് കാരണമാണ് അതിന് നേരെ സോയിലിൽ നിൽക്കുന്നത്. The roots help in holding the plant firmly in the soil. They are set to anchor the plant to the soil. So അത് നമ്മൾ പ്ലാന്റിന് നല്ലോണം നേരെയായിട്ട് ഒരു സ്ട്രോങ് ഫൗണ്ടേഷനായിട്ട് നിൽക്കുന്ന സംഭവമാണ് റൂട്ട്സ്. അപ്പം റൂട്ട്സിൻ്റെ മെയിൻ 2 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചത്, ഒന്ന് വെള്ളത്തിനെ പ്ലാന്റിലെത്തിക്കുക ആൻഡ് പ്ലാന്റിനെ നല്ല സ്ട്രോങ് ആയിട്ട് സോയിലിൽ നിൽപ്പിക്കുക. സോ റൂട്ട്സ് ഹെൽപ്പ് ഇൻ ഹോൾഡിംഗ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദ സോയിൽ. You have seen that there are different kinds of stems and leaves. Do the roots also show a variety? Let us find out. So നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ്. ലീഫിൻ്റെ അകത്തുള്ള വെനേഷനെ പറ്റി പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് അതിൻ്റെ അകത്തുള്ള വെയിൻസ് എങ്ങനെയാണോ ഗ്രോ ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഫ്ലോ ആവുന്നത്, ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, അതിനനുസരിച്ച് നമ്മൾ ലീവ്സിനെ ഡിവൈഡ് ചെയ്തു. സോ there were 2 types of venations. What are they? Reticulate venation and parallel venation. സോ ഈ 2 വെനേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ നമുക്ക് നോക്കാം റൂട്ട്സിനും വേറെ ടൈപ്സ് ഓഫ് റൂട്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 8. സ്റ്റഡി ദ ഫിഗർ 7.16 A and B carefully. സോ ഇതാണ് A and ഇതാണ് B. ഓക്കെ. Now look at the roots of the gram plants you have pulled out from the cotton wool. Do they look like the roots shown in A or B? So നമ്മൾ ഇപ്പം ചെറുപയറിനെ മുളപ്പിച്ചപ്പം അതിനെ കാണാൻ എങ്ങനെയാണോ? എ പോലെയായിരുന്നോ അല്ല ബി പോലെയാണോ? നമ്മൾ എ പോലെയാണോ? നമ്മൾ ചെറുപയറിനെ സ്പ്രൗട്ട് ചെയ്താൽ എ പോലെയാണോ അത് വരിക. ബട്ട് മെയ്സ് സ്പ്രൗട്ട് ആയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് വര ഒരു ലൈക്ക് വേറെ ഒരു ഫൈബ്രസ് ഡയറക്ഷനും കൂടി ഇതിലുണ്ട്, മെയിനായിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫൈബ്രസ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട്സ് പോകുന്നുണ്ട്. ഹൗ അബൌട്ട് ദ റൂട്ട് ഓഫ് ദ മെയ്സ് പ്ലാന്റ്? റൈറ്റ് gram or maize in the blank spaces in the figure after matching the roots with the figures. So A is ചെറുപയർ which is gram and B is maize. Okay. In what way are the roots of gram and maize similar? In what way are they different? So രണ്ട് റൂട്ട്സും അകത്തുനിന്ന് വന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സിമിലാരിറ്റി. ആൻഡ് ഡിഫറൻസ് എന്താ വെച്ചാൽ ഈ മെയ്സിൻ്റെ ഇനിയും ഫൈബ്രസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ ഡിവിഷൻസ് നമുക്ക് കാണാൻ കഴിയും. ബട്ട് ഇൻ gram we cannot see that. There seem to be 2 different types of roots, isn't it? Are there also other types of roots? Let us find out. Activity 9. Go to an open ground where many weeds are growing. കുറേ ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ഗ്രോ ആവുന്ന ഒരു ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് ഈ പ്ലാന്റ്സിനെ എടുക്കുക, അതിനെ ഡിഗ് ചെയ്യുക, അതിനെ കൊത്തിയെടുത്തിട്ട് അതിൻ്റെ റൂട്ട്സിനെ വാഷ് ചെയ്യുക. ഓക്കെ, ഡിഗ് ഔട്ട് എ ഫ്യൂ വീഡ്സ്, വാഷ് ദ സോയിൽ ഓഫ് ദ റൂട്ട്സ് ആൻഡ് ഒബ്സർവ് ദം. അപ്പോൾ അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. കുറേ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ എടുത്തിട്ട് അതിൻ്റെ റൂട്ട്സിനെ കഴുകി കളഞ്ഞിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുക. Do you find that all the weeds that you have dug out have either the kind of root shown in A or B? So എയിലുള്ള ടൈപ്പ് ഓഫ് റൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ബിയിലുള്ള ടൈപ്പ് ഓഫ് റൂട്ട് ആയിരിക്കും. എയിലുള്ള ടൈപ്പ് ഓഫ് റൂട്ട് എങ്ങനെയാണെന്നു? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, മെയിൻ ആയിട്ടുള്ള റൂട്ട്, അതിൽ നിന്നും കുറേ ബ്രാഞ്ചസ് പോലെ ചെറിയ ചെറിയ റൂട്ട്സ് ഇങ്ങനെ പോകുന്നുണ്ട്. വെറാസ് ബിയിൽ എങ്ങനെയാണെന്നു? അത് കുറേ ഒരു മെയിൻ റൂട്ടായിട്ട് നമുക്കൊന്നും പറയാനില്ല, എല്ലാം ഒരേപോലത്തെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്, റൈറ്റ്? സോ ദീസ് ആർ ദ 2 മെയിൻ ടൈപ്സ് ഓഫ് റൂട്ട്സ്. ഫിഗർ എയിലുള്ള ടൈപ്പ് ഓഫ് റൂട്ട്സിനെ നമ്മൾ ടാപ്പ് റൂട്ട് എന്നാണ് പറയുക. ആൻഡ് ബിയിലുള്ള റൂട്ടിനെ നമ്മൾ ഫൈബറസ് റൂട്ട് എന്നാണ് പറയുക.
ഫൈബ്രസ് റൂട്ടിനെ ഓർമ്മിക്കാൻ ഈസിയാണ്. ഫൈബർ പോലെ കുറേ ഉണ്ടാകുമ്പോൾ അതിനെ ഫൈബ്രസ് റൂട്ട്സ്, മറ്റേത് ടാപ്പ് റൂട്ട്. ഓക്കെ. For roots of the kind shown in figure A, the main root is called taproot and the smaller roots are called lateral roots. സോ എയിൽ കാണിച്ച് നമ്മൾ ഈ ഫിഗറിൽ, ടാപ്പ് റൂട്ടിൻ്റെ ഫിഗറിൽ നമുക്ക് ഒരു മെയിൻ റൂട്ടിനെ കാണാൻ പറ്റും. അതിനെ നമ്മൾ ടാപ്പ് റൂട്ട് എന്നാണ് പറയുക. ആ മെയിൻ റൂട്ടിൽ നിന്നും കുറേ ബ്രാഞ്ചസ് വരുന്നുണ്ട്. അതിനെ നമ്മൾ ലാറ്ററൽ റൂട്ട്സ് എന്നാണ് പറയുക. ആ സ്മോളർ റൂട്ട്സിനെ നമ്മൾ ലാറ്ററൽ റൂട്ട്സ് എന്നാണ് പറയുക. വെരാസ് ഫിഗർ ബിയിലുള്ള റൂട്ട്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് വിത്ത് റൂട്ട്സ് ആസ് ഷോൺ ഇൻ ബി ഡു നോട്ട് ഹാവ് എ മെയിൻ റൂട്ട്. അവിടെ ഒരു മെയിൻ റൂട്ടായിട്ടില്ല, എല്ലാം ഒരേപോലെ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ ഗ്രോ ആവുന്നുണ്ട് അല്ലേ. സോ ഓൾ റൂട്ട്സ് സീംസ് സിമിലർ ആൻഡ് ദീസ് ആർ കോൾഡ് ഫൈബറസ് റൂട്ട്സ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ആർ 2 types of roots, taproot and fibrous root. Taproot consists of the main root, which is main branch, which is known as the taproot, and the smaller roots which come from the main root is known as lateral roots. So the other one is fibrous roots. So these 2 main types of roots nammal ormikka. Separate the weeds you have collected into A, those that have taproots and those that have fibrous roots. So രണ്ട് പൈലായിട്ട് നിങ്ങൾ എത്ര പ്ലാന്റ്സിനെ കളക്ട് ചെയ്തിട്ടുണ്ടോ അതിനെ ടാപ്പ് റൂട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ ഫൈബ്രസ് റൂട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ലുക്ക് അറ്റ് ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ ഗ്രൂപ്പ് എ. സോ ഈ ടാപ്പ് റൂട്ട് ഉള്ള പ്ലാന്റ്സിൻ്റെ ലീഫിനെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദി റൂട്ട് ആൻഡ് ദ ലീഫ്. അതേപോലെ നിങ്ങൾ ഫൈബ്രസ് റൂട്ടുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ടും ലീഫിനെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യു വിൽ ബി ഏബിൾ ടു സീ എ കണക്ഷൻ. വാട്ട് ഈസ് ദറ്റ് കൈൻഡ് ഓഫ് കണക്ഷൻ? ഈ റൂട്ടിൻ്റെ ടൈപ്പും വെനേഷൻ്റെ ടൈപ്പും, ലീഫിൽ നമ്മൾ വെനേഷൻ ഉണ്ടാവില്ലേ, റെറ്റിക്കുലേറ്റ് ആൻഡ് പാരലൽ വെനേഷൻ. സോ ഈ രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ടാപ്പ് റൂട്ടുള്ള ടൈപ്പ് ഓഫ് പ്ലാന്റ്സിൻ്റെ ലീവ്സിനെ നിങ്ങൾ നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് റെറ്റിക്കുലേറ്റ് വെനേഷനാണെന്ന് കാണാൻ സാധിക്കുക. ഒരു മെയിനായിട്ടുള്ള വെയിൻ ഉണ്ട്, അതിൻ്റെ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് വേറെ വെയിൻസ്, ചെറിയ വെയിൻസ് ഉണ്ട്. സോ this type of venation is known as reticulate venation and taproots have reticulate venation. So fibrous root ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ലീഫിനെ നോക്കിയാൽ you will be able to see that the kind of venation they have is parallel venation. So fibrous root ഉള്ള പ്ലാന്റ്സിൻ്റെ parallel venation and taproot ഉള്ള പ്ലാന്റ്സിൻ്റെത് reticulate venation ആണ്. Do you notice that leaf venation and the type of roots in a plant are related in a very interesting way? So you can write the name of the plant. In table 7.2 നോക്കിയാൽ you'll be able to see this activity where you can write the name of the plant and type of leaf venation and type of root. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. You can go and do that. So here Bojo has a brilliant idea. If he wants to know the kind of roots a plant has, he need not pull it out. He just has to look at its leaves. So നമുക്ക് വെറും ആ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ വെനേഷൻ നോക്കി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ റൂട്ട് എങ്ങനത്തെ ടൈപ്പാണോ, ഇസ് ഇറ്റ് ടാപ്പ് റൂട്ട് ഓർ ഫൈബ്രസ് റൂട്ട്, അതിൻ്റെ വെനേഷൻ മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. We have learned that roots absorb water and minerals from the soil and the stem conducts these to leaves and other parts of the plant. So root എന്താ ചെയ്യുന്നത്? Root will absorb all the water and the nutrients from the soil. നമ്മൾ സോയിലുള്ള ന്യൂട്രിയൻസ് ലൈക്ക് പൊട്ടാഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെ റൂട്ട്സ് അബ്സോർബ് ചെയ്യുന്നതാണ്. ഈ വെള്ളത്തിൽ പൊട്ടാഷ്യം, ഫോസ്ഫറസ്, നൈട്രജൻ ഒക്കെ മിക്സ് ആയിട്ട് റൂട്ട്സ് അതിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ പ്ലാന്റിലേക്ക് എടുക്കുന്നതാണ്. സോ എന്താ ചെയ്യുക, അത് മെയിൻ സ്റ്റെമ്മ് കൂടി ലീഫിലേക്ക് പോകും. ലീഫിലേക്ക് എന്തിനാ പോകുന്നത്? ലീഫ് ഇസ് ദ പ്ലേസ് വെയർ ഫുഡ് ഇസ് ബീങ് പ്രിപ്പയർഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ദ ലീവ്സ് പ്രിപ്പയർ ഫുഡ്. This food travels through the stem and is stored in different parts of a plant. So നമ്മൾ പ്ലാന്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കഴിക്കുക, റൈറ്റ്? വി ഈറ്റ് ലീവ്സ്, വി ഈറ്റ് റൂട്ട്സ്, വി ഈറ്റ് ഫ്രൂട്ട്സ്.
സോ ലീഫിൽ എന്താവും വെച്ചാൽ ഫുഡ് പ്രിപ്പയർ ആവും ആൻഡ് ആ ഫുഡ് നമ്മളെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ ത്രൂ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റിലേക്ക് ട്രാൻസ്പോർട്ട് ആവും. സോ വി ഈറ്റ് സം ഓഫ് ദീസ് ആസ് റൂട്ട്സ്. സോ ചിലപ്പോൾ എന്താവും വെച്ചാൽ ഫുഡ് സ്റ്റെമ്മ് കൂടി ട്രാൻസ്ഫർ ആയിട്ട് അത് റൂട്ടിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്യാരറ്റ്, റാഡിഷ്, സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ മധുരക്കിഴങ്ങ്, ടേർണിപ്പ്, ടാപ്പിയോക്ക, നമ്മളെ കിഴങ്ങ്, പൂള. സോ ഓൾ ദീസ് ആർ റൂട്ട്സ്. ഇതൊക്കെ നമ്മളെ പ്ലാന്റിൻ്റെ റൂട്ടാണ്. എങ്ങനെയാണോ അവിടെ ഈ ഭാഗം വലുതായി വരുന്നത്. സോ വെൻ ദ ഫുഡ് ഇസ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ സ്റ്റെം ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. സോ ഇത് റൂട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിനെ കൊണ്ടാണ് ഈ ഭാഗത്ത് നമുക്ക് ഫുഡായിട്ട് പിന്നെ കഴിക്കാൻ പറ്റുന്നത്. വി ഓൾസോ ഈറ്റ് മെനി അതർ പാർട്സ് ഓഫ് പ്ലാന്റ് വെയർ ദ ഫുഡ് ഇസ് സ്റ്റോർഡ്. സോ നമ്മൾ വേറെയും ലൈക്ക് ഫ്രൂട്ട് കഴിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്, ലീഫ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ വേറെ വേറെ പാർട്സ് ഓഫ് ദി പ്ലാന്റ് ആണ് വിച്ച് വി ഈറ്റ്. ഡു യു അഗ്രി ദാറ്റ് സ്റ്റെം ഇസ് ലൈക്ക് എ 2-way street? സോ സ്റ്റെം എന്താണോ അത് 2-way സ്ട്രീറ്റ് പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന റോഡ് പോലെയാണ്. താഴേന്ന് മേലോട്ടും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്, മേലേന്ന് താഴോട്ടും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. റൈറ്റ് ഡൗൺ വാട്ട് ഗോസ് അപ്പ് ദ സ്റ്റെം ആൻഡ് വാട്ട് കംസ് ഡൗൺ. സോ നമ്മൾ സ്റ്റെമ്മിൽ നിന്നും മേലോട്ട് എന്തൊക്കെയാണ് പോകുന്നത്? റൂട്ട്സിൽ നിന്നും കിട്ടുന്ന വെള്ളം പോകുന്നുണ്ട്, റൂട്ട്സിൽ നിന്നും കിട്ടുന്ന ന്യൂട്രിയൻസ് പോകുന്നുണ്ട്. എന്തൊക്കെയാണ് സ്റ്റെമ്മിൽ നിന്ന് താഴോട്ട് വരുന്നത്? സ്റ്റെമ്മിൽ നിന്നും ലീഫിൽ നിന്നും വരുന്ന ഫുഡ് താഴോട്ട് വരുന്നുണ്ട്. സോ stem is like a 2-way street. This is important. Okay. In the next section we will study about the structure of a flower. So next class la nammal flower ne patti padikkunnadayirikkum. If you have any doubts, please do let me know in the comments, and I'll be clearing them out very quickly. If you are new to the channel, endayalum subscribe cheya, like cheya, share cheya ningale friends aayittu. So I'll see you in the next class. Till then, bye.